മലയിൽ നിന്നും പടവട്ടിക്കുന്നിലേക്കുള്ള റോഡ് അത് കഴിഞ്ഞ ദുരന്ത സമയത്ത് പൊളിഞ്ഞതാണ്. ആ റോഡ് പുനർനിർമ്മിച്ചിരുന്നു. പക്ഷേ ഇന്നലെ മഴവെള്ളം ഉണ്ടായ സമയത്ത് ഈ റോഡ് വീണ്ടും തകർന്നു. ആ തകർന്ന റോഡ് പുനർനിർമ്മിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം ഇന്ന് രാവിലെയോടുകൂടി ഇവിടെ നടന്നു. പക്ഷേ അത് നാട്ടുകാർ ഇപ്പോൾ ഇടപെട്ട് അത് തടഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങളിത് പ്രവൃത്തി തടയാണ്ടായ കാരണം? അല്ല, നമ്മൾ കഴിഞ്ഞ മാസമായി റോഡ് പണിയെടുത്തത്, ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് റോഡ് പണിയെടുത്തത്. ഇന്നലെ 2 ദിവസം മഴ പെയ്തപ്പോൾ റോഡ് പോയി വീണ്ടും ഇന്ന് രാവിലെ 5 മണിക്ക് JCB വന്നിട്ട് ഇവിടെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ കളക്ടർ ഓർഡർ ഉണ്ട് സ്കൂൾ ഭാഗത്തേക്ക് കയറരുതെന്ന്. അങ്ങനെ നമ്മൾ റോഡ് പണിയെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന് തടഞ്ഞ് വിട്ടിട്ടുണ്ട്. കാരണം നമ്മൾ റോഡ് പണിയല്ല തടയുന്നത്. അവിടെ ഞങ്ങൾ 27 കുടുംബമുണ്ട്. ഞങ്ങളിപ്പോഴും ആശങ്കയിലാണ്. വാസയോഗ്യമാണെന്ന് കണ്ടെത്തിയ സ്ഥലമാണ്. വാസയോഗ്യമാണെന്ന് നമ്മൾ കയറി ഇറങ്ങുന്ന എല്ലാ ഓഫീസിൽ നിന്നും പറയുന്നത്. നിങ്ങൾക്ക് അവിടെ താമസിക്കാം, താൽക്കാലിക റോഡ് റെഡിയാക്കി തരും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാം, അതുവരെ വാടക തരുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങോട്ടില്ല, ഞങ്ങളെ പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. കുടുംബങ്ങളൊന്നും ഇല്ലല്ല, അവിടെ ആരും താമസിക്കുന്നു. ഒരു കുടുംബം താമസിക്കുന്നുണ്ട്, വേറെ ആരും താമസിക്കുന്നില്ല. വാസയോഗ്യമല്ലാത്ത ആ സ്ഥലത്തേക്ക് റോഡ് തൽക്കാലം ആ റോഡല്ല വേണ്ടത്. ആ റോഡല്ല വേണ്ടത്. നമുക്ക് ഇനി റോഡ് വന്നോട്ട്. അവിടെ എസ്റ്റേറ്റുകളുണ്ട്, റിസോർട്ടുകളുണ്ട്, അവർക്കൊക്കെ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഇന്ന് രാവിലെ 5 മണിക്ക് വന്നിട്ട് റോഡ് പണി തുടങ്ങിയത്. കാരണം നല്ല കളക്ടർ ഓർഡർ ഉള്ളതാണ്, ഇങ്ങോട്ട് പ്രവേശിക്കരുത്. പിന്നെ എങ്ങനെ 5 മണിക്ക് ഇവിടെ JCB വന്ന് പണിയെടുത്തത്? ഞങ്ങളിത് തടയാണ്ടായ കാരണം? അല്ല, ഞങ്ങൾക്ക് തടയാൻ ഞങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം, നിർബന്ധമായും ഉൾപ്പെടുത്തണം. 27 വീട്ടുകാരുണ്ട് ഇവിടെ, 27 വീട്ടുകാരിൽ പെടുത്തണം. അല്ല, ഞങ്ങൾക്ക് റോഡ് വേണ്ട. ഇതിപ്പം നിങ്ങളുടെ വീടിന് സുരക്ഷിതമാണെന്ന് കണ്ടെത്തിയ സ്ഥലത്താണ് ഇപ്പം നിങ്ങൾ? അല്ല, അവര് താമസിച്ചോട്ട് വന്നിട്ട് ആ കണ്ടെത്തിയോ വന്ന് താമസിച്ചോട്ടോ അവരുടെ ഫാമിലി. ഞങ്ങൾ അവരെ വീട്ടിൽ പോവാ. ഈ ചാനലിൽ മത്തായി കേൾക്കുന്നുണ്ടെങ്കിൽ മത്തായി അതിന്റെ ആളുകളും വന്ന് താമസിക്കട്ടെ. ഞങ്ങൾ അവിടെ പോവാ അവരെ വീട്ടിലേക്ക്. ഇവിടെ ഏക്കറക്കണക്കിന് സ്ഥലമുണ്ട്. ഞങ്ങൾക്ക് ആ സ്ഥലം മത്തായി എടുത്തോട്ടെ. ആരാ അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ? ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങളെ കൂടെയുള്ള 100-400 ആളാണ് ഒലിച്ചു പോയത്. ഇതൊക്കെ മുതലാളിമാരൊക്കെ ഉണ്ട് ഇവിടെ. അവർക്കാണ് അവരെ തോട്ടം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോഡ് വെട്ടുന്നത്. അല്ല, വേറൊന്നുമില്ല. അപ്പൊ ആ കൂട്ടത്തിൽ കൂടെ ഞങ്ങൾ കൂടെ ഇവിടെ താമസിക്കണം എന്നുള്ള ഒരു നിലപാടാണ് സർക്കാർ എടുക്കുന്നത്. ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണിത്. കുറച്ച് പൈസ അവിടെയും ഇവിടെയും വട്ടിക്കും ബാങ്കിൽ ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾക്ക് വീടുകൾ ഉണ്ടാക്കിയത്. അത് വിട്ടു പോകാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ചൂരൽമല ഈ നാട് നശിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പറയില്ല. ഒരു വീട് അവിടെ ഒരു കുടുംബം താമസിക്കുന്നത് അവർക്ക് കെട്ടിക്കൊടുത്തോട്ടെ റോഡ്. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തോട്ടെ. അവരുടെ ബാക്കി ഈ ആശങ്ക ഇല്ലേ? അപ്പൊ അത് നമുക്കറിയാം, അത് അവരോട് ചോദിക്കണം. ആശങ്ക ഉണ്ടല്ലോ മനസ്സിന്റെ ഉണ്ടാവും. കാരണം ഞങ്ങൾ കുറെ കാലമായിട്ട് ഇപ്പൊ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും, കളക്ടറേറ്റിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ലിസ്റ്റിലിടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അവർ ഇതുവരെ ആയിട്ട് ഗവൺമെന്റ് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. കാരണം ഞങ്ങളൊരു 27 കുടുംബത്തിനെ കുറെ കാലമായിട്ട് ഞങ്ങൾ ഇങ്ങനെ വട്ടം കറക്കുകയാണ്. അവര് നിങ്ങൾ ഉണ്ടാവും ഉൾപ്പെടുത്തും. അവർ വ്യക്തമായിട്ട് ഇതുവരെ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. ഈ പ്രദേശത്തേക്ക് പടവട്ടിക്കുന്നിലേക്ക് റോഡ് നിർമ്മിച്ച് അവിടെ സഞ്ചാരയോഗ്യമാക്കാനുള്ള ശ്രമമാണ് ഇന്ന് രാവിലെ നടത്തിയത്. എന്നാൽ അവർ ആശങ്കപ്പെടുന്നത് ഇങ്ങനെ റോഡ് സഞ്ചാരയോഗ്യമാക്കി തങ്ങൾക്ക് അവിടെ അവിടെ തന്നെ താമസിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ റോഡ് പ്രവർത്തനം തടസ്സപ്പെടുത്തും, അത് തടയും എന്നുള്ള നിലപാടിൽ തന്നെയാണ്. അങ്ങനെയാണ് ഇന്ന് രാവിലെ പ്രവർത്തനം ഇവിടെ നാട്ടുകാർ തടഞ്ഞത്. മനോജ് പയ്യന്നൂരിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.